അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. കാരണം ഈ ചാനലിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ്. മുസ്ലിങ്ങളായ നാം അറിഞ്ഞിരിക്കേണ്ടതും നാം പ്രവർത്തിക്കേണ്ടതുമായ കാര്യങ്ങൾ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. മക്കയിലെ ശാന്തമായ ഒരു രാത്രി മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാവരും സുഖമായി ഉറങ്ങുകയാണ്. പക്ഷേ മക്കയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം ഉറക്കമൊഴിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിഷമത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടുപോയി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായം അഭ്യർത്ഥിച്ച് ത്വായിഫിലുള്ള കുടുംബക്കാരടുക്കൽ ചെന്നപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചും കല്ലെറിഞ്ഞും ശരീരമാസകലം മുറിവ് പറ്റിച്ചു വിട്ടു. ഇങ്ങനെ തുടങ്ങി വളരെയധികം വിഷമത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, പടച്ചവനെ, ആരെല്ലാം വെറുത്താലും ആരെല്ലാം ഒഴിവാക്കിയാലും നീ വെറുക്കാത്തിടത്തോളം കാലം എനിക്ക് യാതൊരു വിഷമവുമില്ല തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥനാ നിരതനായി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅലൈക്കും അസ്സലാം സലാം മടക്കി. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, തങ്ങൾ എഴുന്നേൽക്കുക, ഇന്ന് നമുക്ക് ഒരു വഴിക്ക് പോകുവാനുണ്ട്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുന്ന ദിവസമാണ്. അതുകൊണ്ട് നബിയെ നിങ്ങൾ എൻ്റെ കൂടെ വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു യാത്രയ്ക്ക് ക്ഷണിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ സ്വർഗത്തിൽ നിന്നൊരു വാഹനവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ആ വാഹനത്തിൻ്റെ പേര് ബുറാഖ് എന്നാണ്. ആ വാഹനത്തിൻ്റെ വേഗതയെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ കാഴ്ച എത്രത്തോളം പതിയുന്നുവോ അത്രത്തോളമാണ് അതിൻ്റെ ഒരു കാൽവെപ്പ്. അത്രയും വേഗതയുള്ള ഒരു വാഹനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും സഞ്ചരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ രാത്രിയിൽ കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എത്തിയപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം അവിടെ ഒരുപാട് പ്രവാചകന്മാർ, എല്ലാ അമ്പിയാക്കന്മാരും എല്ലാ മുർസലീങ്ങളും ഒത്തുകൂടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കെല്ലാം സലാം പറഞ്ഞു. പിന്നീട് അവരുമായി കുശലാന്വേഷണം നടത്തി. പിന്നീട് അവർക്ക് ഇമാമായി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിനാണ് ഇസ്റാ എന്ന് പറയുന്നത്. ഇത് നാം അറിഞ്ഞിരിക്കൽ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. എന്നതിന് ശേഷം മസ്ജിദുൽ അഖ്സയിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആകാശത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ 1-ാം ആകാശത്തിൻ്റെ വാതിൽക്കലെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിൻ്റെ വാതിലിൽ മുട്ടി. ആകാശത്തിൻ്റെ അകത്തു നിന്ന് ഒരു ചോദ്യം, ആരാ? ഞാൻ ജിബ്രീലാണ്. അപ്പോൾ വീണ്ടും, കൂടെ ആരാ? കൂടെ മുഹമ്മദ് നബിയാണ്. ആകാശത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും 1-ാം ആകാശത്തിലേക്ക് കയറി. അവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി കണ്ടു. ആദം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം ആശ്ലേഷിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം പുകഴ്ത്തി പറയുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും രണ്ടാം ആകാശത്തിലേക്ക് പുറപ്പെട്ടു. രണ്ടാം ആകാശത്തിലെത്തിയപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വാതിലിൽ മുട്ടി. അകത്തുനിന്ന് ചോദ്യം, ആരാണ്? ഞാൻ ജിബ്രീലാണ്. നിങ്ങളെ കൂടെ ആരാണ്? അത് മുഹമ്മദ് നബിയാണ്. ആകാശത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. നബിയും ജിബ്രീൽ അലൈഹിസ്സലാമും രണ്ടാം ആകാശത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടാം ആകാശത്തിൽ വെച്ച് അവർ ഈസ നബി അലൈഹിസ്സലാമിനെയും യഹ്യ നബി അലൈഹിസ്സലാമിനെയും കണ്ടു. ഈസ നബിയും യഹ്യ നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം പുകഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു. പിന്നീട് അവിടെ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും മൂന്നാം ആകാശത്തിലേക്ക് യാത്ര ചെയ്തു. ആകാശത്തിൻ്റെ വാതിലിൽ മുട്ടി. ആകാശത്തിൻ്റെ വാതിലിൽ തുറക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൂന്നാം ആകാശത്തിലേക്ക് പ്രവേശിച്ചു. മൂന്നാം ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടി. ശരീര സൗന്ദര്യത്തിൻ്റെ നിറവിടം, വലിയ പ്രകാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യൂസുഫ് നബി അലൈഹിസ്സലാം ആലിംഗനം ചെയ്തു. സലാം പറഞ്ഞു. കുശലാന്വേഷണങ്ങൾ നടത്തി. അവിടെ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നാലാം ആകാശത്തിലേക്ക് യാത്ര തിരിക്കുകയായി. നാലാം ആകാശത്ത് ചെന്ന് ആകാശത്തിൻ്റെ വാതിലിൽ മുട്ടി. ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. അവർ പരസ്പരം സലാം പറഞ്ഞ് ആലിംഗനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കുശലാന്വേഷണം നടത്തി. അവിടെ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഞ്ചാം ആകാശത്തിലേക്ക് യാത്രയായി. അഞ്ചാം ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും അഞ്ചാം ആകാശത്തിൽ പ്രവേശിച്ചു. അഞ്ചാം ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിൻ്റെ നിറവിടമായ ഹാറൂൻ നബി അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടി. അവിടെ നിന്നും യാത്രയാരംഭിച്ച് ആറാം ആകാശത്തിലെത്തി. ആറാം ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അവിടെ നബിയെ സ്വീകരിക്കുവാനായി ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം സന്നിഹിതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൂസാ നബി അലൈഹിസ്സലാം സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആലിംഗനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം കരഞ്ഞു. നബിയെ, തങ്ങളെ ഉമ്മത്തുകളാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം കരഞ്ഞിരുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനോട് യാത്ര പറഞ്ഞ് അവർ ഏഴാം ആകാശത്തിലേക്ക് പ്രവേശിച്ചു. ഏഴാം ആകാശത്ത് വെച്ച് ബൈത്തുൽ മഅ്മൂറിൻ്റെ താഴ്ഭാഗത്തായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പരസ്പരം സലാം പറഞ്ഞ് ആലിംഗനം ചെയ്ത് അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് തങ്ങൾ തനിച്ച് യാത്ര ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ട് മലക്കുകൾക്ക് ആർക്കും വരാനുള്ള അനുവാദമില്ല. എനിക്കും വരുവാനുള്ള അനുവാദമില്ല. ഞാൻ ഒരടി ഇവിടുന്ന് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് എന്നെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കും. അതുകൊണ്ട് ഇവിടുന്ന് തങ്ങൾ മാത്രം തനിച്ചു പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉപദേശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തനിയെ യാത്ര ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്റത്തുൽ മുന്തഖയിലെത്തി. അവിടെ വലിയ പ്രകാശഗോളമായിരുന്നു. വലിയ പ്രകാശം കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്രകാശം. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ നേരിൽ കണ്ട്
അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചു. ഇതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7ാം ആകാശത്തിൻ്റെ മുകളിലെത്തി അള്ളാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയ ഈ സംഭവത്തിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ സമ്മാനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല 50 വക്ത് നിസ്കാരം ഫറളാക്കി കൊടുത്തു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ വരുമ്പോൾ 6ാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് തന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു എനിക്കും എൻ്റെ ഉമ്മത്തിനും 50 വക്ത് നിസ്കാരം ഫറളാക്കി തന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയേ, ഞാൻ എൻ്റെ ഉമ്മത്തുകളെ കണ്ടിട്ടുണ്ട്. മനുഷ്യർക്ക് ഇത്രമാത്രം ഇബാദത്തുകളൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അത് അവർക്ക് അസാധ്യമായിരിക്കും. അവർക്ക് തൊഴിലെടുക്കണം, ജോലി ചെയ്യണം, മറ്റ് പ്രവർത്തികൾ പലതും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത്രയും നിസ്കാരവുമായിട്ട് തങ്ങൾ ഭൂമിയിലേക്ക് തിരികെ പോകരുത്. തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഒന്നും കൂടെ മടങ്ങിപ്പോവുക. ഇങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വീണ്ടും തിരിച്ചു പോകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50-ൽ നിന്ന് 5 റക്അത്ത് കുറച്ച് ബാക്കി 45 റക്അത്തായി നൽകുകയും ചെയ്തു. അങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുകയും നബിയോട് ഇത് ഉമ്മത്തുകൾക്ക് സഹിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് ഇനിയും കുറച്ചു തരുവാൻ പറയൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മടക്കി അയച്ചു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 9 തവണ മൂസാ നബി അലൈഹിസ്സലാം മടക്കി വിട്ടു. ഓരോ തവണ അള്ളാഹുവിനെ കാണുമ്പോഴും അള്ളാഹു തആല 5 വീതം നിസ്കാരം കുറച്ചു കൊടുത്തു. അവസാനം 5 റക്അത്ത് നിസ്കാരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ വന്നത്. മൂസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇതിൽ നിന്നൊരു 2 റക്അത്ത് കൂടെ കുറച്ച് ഒരു 3 റക്അത്തായി തരുവാൻ പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, ഇനി ഞാൻ പോകൂല. ഇനിയും ഞാൻ പോയി കഴിഞ്ഞാൽ അത് എനിക്കൊരു നാണക്കേടാണ്. 50 റക്അത്ത് നിസ്കാരം അത് 5 റക്അത്തായിട്ട് ചുരുക്കപ്പെട്ടു. ഇനിയും ഞാൻ പോയി കഴിഞ്ഞാൽ അത് എനിക്ക് നാണക്കേടാണ്. ഇപ്പോൾ എനിക്ക് ലഭിച്ച 5 റക്അത്ത് നിസ്കാരം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മുഅ്മിനുകൾ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വന്ന് ഖുറൈശികളോട് കാര്യം വിശദീകരിച്ചു. എന്നാൽ ഖുറൈശികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈത്തുൽ മുഖദ്ദസ് നേരിട്ട് കണ്ടവർ അവിടെ ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടയാളങ്ങളും ചുറ്റുഭാഗങ്ങളും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബൈത്തുൽ മുഖദ്ദസ് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുകയും അതിൽ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി നൽകുകയുമാണ് ഉണ്ടായത്. എന്നിട്ടും അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചില്ല. ഈ വിവരം കേട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. 7ാം ആകാശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി എന്നും അള്ളാഹുവിനെ കണ്ട് സംസാരിച്ചു എന്നും നബി തങ്ങൾ പറയുകയാണെങ്കിൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യമായി അംഗീകരിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുവാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യാത്രയിൽ പലവിധ അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. സഹോദരന്മാരെ, അത് മുഴുവനും ഈ വീഡിയോയിലൂടെ പറയുകയാണെങ്കിൽ
വീഡിയോ വളരെയധികം ദീർഘമായി പോകും. അതുകൊണ്ട് അവ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, നരകത്തിൽ നഖങ്ങൾ കൊണ്ട് മുഖങ്ങൾ മാന്തി പൊളിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പലവിധ അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവകളെല്ലാം ചർച്ച ചെയ്താൽ ഈ വീഡിയോ ദീർഘിക്കുമെന്ന് ഭയന്നുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ അവ പ്രതിപാദിക്കുന്നതാണ് എന്ന് ഉറപ്പോടുകൂടി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ഐശ്വര്യവും നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.